സമൂഹ മാധ്യമങ്ങളിൽ ഏറെ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയമായി മാറിയിരിക്കുകയാണ് കരുനാഗപ്പള്ളി താലൂക്കിലെ ആലപ്പാട് ഗ്രാമപഞ്ചായത്തിലെ ജനങ്ങൾ കരിമണൽ ഖനനവുമായി ബന്ധപ്പെട്ട് നടത്തിവരുന്ന അനിശ്ചിതകാല നിരാഹാര സമരം. 72 ദിവസം പിന്നിടുമ്പോൾ വിഷയം മാധ്യമങ്ങൾ ഏറ്റെടുക്കുന്നത് 2 ദിവസം മുൻപ് മാത്രമാണ്. ആലപ്പാട് നടന്നുവരുന്ന സമരത്തിന് സമൂഹ മാധ്യമങ്ങളിൽ പിന്തുണ ഏറിയത് തന്നെയാണ് ഇതിന് കാരണം. IREL എന്ന കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനം നടത്തിവരുന്ന കരിമണൽ ഖനനം മൂലം ആലപ്പാട് എന്ന ഗ്രാമത്തിൽ ഉണ്ടാകാൻ പോകുന്ന ദുരന്തത്തിന്റെ വ്യാപ്തി തിരിച്ചറിഞ്ഞതിനെ തുടർന്നാണ് സേവ് ആലപ്പാട് എന്ന സമരം രൂപപ്പെട്ടത്. സമരം ആരംഭിച്ചെങ്കിലും മാധ്യമങ്ങൾ തിരിഞ്ഞുപോലും നോക്കിയില്ല. ആ ഘട്ടത്തിലാണ് സമരസമിതി സോഷ്യൽ മീഡിയ എന്ന പ്ലാറ്റ്ഫോം തെരഞ്ഞെടുത്തത്. സമരത്തെപ്പറ്റി വിശദമായി തന്നെ വാട്സാപ്പ് വഴിയും ഫേസ്ബുക്ക് വഴിയും പ്രചരിപ്പിക്കാൻ തുടങ്ങി. ഇതിനായി കൊല്ലത്തെ ട്രോൾ ഗ്രൂപ്പുകളായ ട്രോൾ കൊല്ലം, ട്രോൾ കരുനാഗപ്പള്ളി എന്നിവയെ സമീപിക്കുകയും അവരുടെ സഹായത്തോടെ കൂടുതൽ ആളുകളിലേക്ക് സമരത്തെപ്പറ്റിയും സമരത്തിന്റെ ആവശ്യകതയെപ്പറ്റിയും വിവരങ്ങൾ എത്തിച്ചു. ഫേസ്ബുക്കിൽ ഇതോടെ സേവ് ആലപ്പാട് ഹാഷ്ടാഗായി ഉയർന്നു വന്നു. ഇത് ഇൻസ്റ്റഗ്രാമിലേക്കും പടർന്നു. ഇൻസ്റ്റഗ്രാമിൽ പലരും സെലിബ്രിറ്റികളെ ടാഗ് ചെയ്തതോടെ പ്രമുഖ താരങ്ങളൊക്കെ പിന്തുണയുമായി രംഗത്തെത്തി. ആലപ്പാട് നേരിടുന്ന യഥാർത്ഥ പ്രശ്നം എന്ന് പറയുന്നത് ഇപ്പം നിലവിൽ നമ്മൾ കായലും കടലിനും ഇടയ്ക്ക് പ്രദേശം ഒരു മണൽ ബണ്ട് മാത്രമായി മാറിക്കഴിഞ്ഞു. അപ്പോൾ ഈ വിശാലമായൊരു ഭൂപ്രദേശത്ത് താമസിച്ചിരുന്ന മനുഷ്യർ 7.6 ചതുരശ്ര കിലോമീറ്ററിലേക്ക് അവിടെ ജീവിതം ഒതുക്കി എന്നുള്ളതാണ്. 89.5 ചതുരശ്ര കിലോമീറ്റർ ഉണ്ടായിരുന്ന ഭൂമി. അപ്പോൾ അത് ഭൂമി മൊത്തം ആൾക്കാർ താമസിക്കായിരുന്നില്ല. സ്വാഭാവികമായിട്ടുണ്ടായിരുന്ന മണൽക്കുന്നുകൾ, അതിഭയങ്കരമായ മണൽക്കുന്നുകൾ, ആ മണൽക്കുന്നുകൾക്ക് പടിഞ്ഞാറ് വശം നമ്മുടെ മത്സ്യബന്ധനവുമായി ബന്ധപ്പെട്ട ആക്ടിവിറ്റീസൊക്കെ നടക്കുന്ന അവിടെ ആയിരുന്നു. ഈ വലിയ മണൽക്കുന്നിന് കിഴക്കുവശമായിരുന്നു ജനവാസ മേഖല. അതിന് കിഴക്കുവശം കായലിനോട് ചേർന്ന് കൃഷിയിടങ്ങൾ, ഇവിടുത്തെ വയലേലകളൊക്കെ അവിടെ ആയിരുന്നു. പനക്കടപ്പാടവും മുക്കുമ്പുഴ പാടവുമൊക്കെ. ഈ മധ്യ തിരുവിതാംകൂറിനെ തന്നെ തീറ്റിപ്പോറ്റുന്ന നെല്ല് ഇവിടെ നിന്ന് മാത്രം കിട്ടിയിരുന്നു. അത്രയും സമ്പൽ സമൃദ്ധമായൊരു പ്രദേശം. ധാരാളം മത്സ്യലഭ്യത, തീരം ചേർന്ന്, ഇന്നത്തെ പോലെ ഡീസലൊന്നും കത്തിച്ച് ആഴക്കടലിലേക്കൊന്നും പോകേണ്ടിയിരുന്നില്ല. തീരം ചേർന്ന് തന്നെ ധാരാളം മത്സ്യം ലഭിക്കുന്ന സാധ്യതയുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം തീരക്കടലിൽ നിന്ന് അകന്നു പോയത് ഖനനത്തിൻ്റെ ഫലമായിട്ടാണ്. അക്കാര്യത്തിൽ യാതൊരു തർക്കവും ഈ പ്രദേശത്തുള്ള ആർക്കും തന്നെ ഇല്ല. പലപ്പോഴും സ്വന്തമായിട്ട് നമുക്കൊരു നേതൃത്വമില്ലല്ലോ എന്ന് പരിതപിക്കുന്ന മുൻ തലമുറയാണ് ഞാൻ കണ്ടിട്ടുള്ളത്. നമുക്ക് വേണ്ടി ചോദിക്കാനും പറയാനും ആരുമില്ലല്ലോ എന്ന് പറയുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. എൻ്റെ അച്ഛൻ ഉൾപ്പെടെ പലരും പറയും നമുക്ക് വേണ്ടി ആരുമില്ല ഈ രാജ്യത്ത്. അതുപോലെ എൻ്റെ മുതിർന്ന തലമുറയിൽപ്പെട്ടവരൊക്കെ പറഞ്ഞിട്ടുണ്ട് നമുക്ക് വേണ്ടി സംസാരിക്കാൻ ആളില്ല, അതുകൊണ്ടാണ് ഇതിങ്ങനെയൊക്കെ അനാവശ്യങ്ങൾ കാണിക്കുന്നത് പറഞ്ഞിട്ടുണ്ട്. ഈ ഞങ്ങളുടെ പഞ്ചായത്ത് എന്ന് പറയുന്നത് ഏതാണ്ട് 17 കിലോമീറ്റർ നീളത്തിലുണ്ടായിരുന്നൊരു പഞ്ചായത്തായിരുന്നു. എൻ്റെ ഓർമ്മയെന്ന് പറയുന്ന കാലത്ത് എൻ്റെ കൊച്ചുനാളെന്ന് പറഞ്ഞാൽ ഞങ്ങളിവിടെ പടിഞ്ഞാറ് ഒരുപാട് മണ്ണുണ്ടായിരുന്നു. ഞങ്ങളിവിടെ ഓടിക്കളിച്ച് നടന്ന് ഒരുപാട് സ്ഥലങ്ങൾ ഇന്ന് കാണാനില്ല. എൻ്റെ കൂട്ടുകാരുടെ പലരുടെയും വീട് ഈ സീവാളിന് പടിഞ്ഞാറുണ്ടായിരുന്നു. ഞങ്ങൾ തമ്മിൽ കളിക്കുന്ന സ്ഥലങ്ങളുണ്ടായിരുന്നു. എൻ്റെ കൂട്ടുകാരിപ്പോൾ എവിടെയാണ് താമസിക്കുന്നതെന്ന് പോലും എനിക്കിപ്പോൾ അറിയാൻ വയ്യാത്തൊരു കണ്ടീഷനാണ്. കാര്യം കടൽക്ഷോഭം വന്ന് കടൽ കയറി അവരിവിടെ നിന്ന് പല സ്ഥലങ്ങളിലേക്ക് പോയി. അവരിപ്പോൾ എവിടെയാണ് എന്നുള്ള കാര്യം കറക്റ്റായിട്ട് പറഞ്ഞാൽ എനിക്കും അറിയത്തില്ല. ഞങ്ങളുടെ ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ ഈ കടലും കരയും ഇങ്ങനെ കായൽ കണ്ടോ എവിടെയാണെന്ന്. കായലിവിടെ തൊട്ടടുത്താണ്. ഇങ്ങനെ കിടക്കുന്നിടത്ത് ഞങ്ങളെങ്ങനെ മനസ്സുറച്ച് ഇവിടെ ജീവിക്കും? ഈ മണ്ണെടുപ്പ് വന്നതിന് ശേഷമാണ് ഈ കര എത്രയും പോയത്. അതുകൊണ്ട് ഞങ്ങൾക്ക് ജീവിക്കണം ഇവിടെ തന്നെ. ഞങ്ങൾക്ക് മറ്റു സ്ഥലത്ത് പോയാൽ ഞങ്ങളുടെ ജീവിതം നടക്കത്തില്ല. കാരണം ഈ കടലിൽ ഒരു പണി മാത്രമാണ് ഞങ്ങൾക്കുള്ളത്. എൻ്റെ ഓർമ്മയിൽ 1 കിലോമീറ്റർ പടിഞ്ഞാറ് നടന്നാണ് ഞങ്ങൾ കടൽ കാണാൻ കുഞ്ഞിലെ അച്ഛനും അമ്മയും ഞങ്ങളെ കൊണ്ടുപോയിട്ടുള്ളത്. ഞങ്ങളുടെ വീട്ടിൽ നിന്ന് റോഡ് സൈഡിൽ തന്നെയാണ് അപ്പുറത്തെ എൻ്റെ കുടുംബ വീട്. അവിടെ നിന്ന് 1 കിലോമീറ്ററെങ്കിലും പടിഞ്ഞാറ് പോകണമായിരുന്നു. അതിനുശേഷം പിന്നെ മണ്ണ് നികന്ന നല്ല ചൂടുള്ള മണ്ണിൽ കൂടെ നടന്ന് ഓടി വേണം കടൽ തീരത്തോട്ട് പോകേണ്ടത്. അങ്ങനെയുള്ള സ്ഥലങ്ങളെല്ലാം ഇന്ന് നഷ്ടപ്പെട്ടു പോയി. ഈ മണ്ണെടുക്കുന്നത് കാരണമാണ് ഈ കടലും ഇത്രയും കരയോടടുത്ത് കരയില്ല. ഈ 2 വീടിൻ്റെ വ്യത്യാസങ്ങളേ ഉള്ളൂ. കടൽ ഇനി വരുന്നതിനെന്ന് പറയുമ്പോൾ ഒരു അടുത്ത കൊല്ലം ആകുമ്പോൾ ഈ ഞങ്ങളുടെ വീടും ചിലപ്പോൾ നഷ്ടപ്പെട്ടെന്നിരിക്കും. ഞങ്ങൾ ജീവിച്ചുകൊണ്ടിരുന്നത് മത്സ്യബന്ധനം, കൃഷി.
ഇത് രണ്ടുമാണ് ഞങ്ങളുടെ പൂർവികർ ഞങ്ങളെ തിരിച്ചേൽപ്പിച്ചിട്ട് കടന്നുപോയത്. ആ ഞങ്ങളുടെ ഭൂമി നഷ്ടപ്പെട്ടു. ഭൂമി നഷ്ടപ്പെട്ടതോടു കൂടി തന്നെ ഞങ്ങളുടെ കൃഷി പൂർണ്ണമായിട്ടും നഷ്ടപ്പെട്ടു. ഞാൻ ജീവിക്കുന്ന സ്ഥലത്ത് പനക്കട പാടം എന്ന് പറയുന്നത്, അവിടെ നല്ല രീതിയിൽ നെല്ല് വിളയുന്ന 1 കിലോമീറ്റർ ദൂരമുള്ള ഒരു 3 കിലോമീറ്റർ വീതിയുള്ള ഒരു ഭൂപ്രദേശം മൊത്തം പാടമായിരുന്നു. ആ പാടം പൂർണ്ണമായിട്ടും നഷ്ടപ്പെട്ടു. അപ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കാൻ ഞങ്ങളുടെ കൃഷിയിലൂടെ ഞങ്ങൾക്ക് കിട്ടിയ വരുമാനമാണ് അവിടെ നഷ്ടമായത്. പിന്നെ ഒന്നെന്ന് പറയുന്നത് ഈ ഭൂമിയാണ്. ഭൂമിയിലെന്ന് പറയുന്നത് നാളികേരത്തു നിന്ന് കിട്ടിയ ആ സമ്പത്ത് അത് പൂർണ്ണമായിട്ടും നഷ്ടപ്പെട്ടു, എല്ലാം കടലിൽ പോയപ്പോഴത്തേക്ക്. പിന്നെ അതിനോടൊപ്പം ഞങ്ങളുടെ മത്സ്യബന്ധന രീതി അതൊരു വലിയ ഘടകമായിരുന്നു ഞങ്ങളുടെ ജീവിതത്തിന്. ഞങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന കമ്പോല എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടായിരുന്നു. അത് 2 കരയിൽ നിന്നാണ് ഇത് ഓപ്പറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അത് നഷ്ടപ്പെട്ടു എന്ന് പറയുമ്പോൾ അത് 90 വയസ്സ് മുതൽ 10 വയസ്സ് വരെ ഇതിനിടയ്ക്ക് പ്രായമുള്ളവർക്ക് അത് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു മത്സ്യബന്ധന രീതിയായിരുന്നു. അത് നഷ്ടപ്പെട്ടു. അത് നഷ്ടപ്പെട്ടപ്പോഴത്തേക്ക് ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസം ഒരു പരിധിവരെ ഞങ്ങളുടെ കുട്ടികളൊക്കെ ഇതിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ട് പഠിച്ചിരുന്നു. മുതിർന്നവരെന്ന് പറയുന്നത് മക്കളുടെ അടുത്തോ ബന്ധുക്കളുടെ അടുത്തോ കൈ നീട്ടാതെ അവർക്ക് കഴിയാൻ ഉള്ള ഒരവസ്ഥയുണ്ടായിരുന്നു. അതെല്ലാം പൂർണ്ണമായിട്ട് നഷ്ടപ്പെട്ടു. ഇതാണ് ഈ ഭൂമി നഷ്ടപ്പെട്ടപ്പോൾ ഞങ്ങൾക്ക് സംഭവിച്ച കാര്യങ്ങൾ. കിടക്കാൻ വീടില്ല, വസ്തുവില്ല, എല്ലാം കടൽ കൊണ്ടുപോയി വിളിമ്പിന് കിടക്കുകയാണ്. ഇവിടെ ഒന്ന് ഉയർത്തി തരണം, ഇതാണ് ഞങ്ങളുടെ താല്പര്യം. ഞങ്ങൾ എങ്ങനെയെങ്കിലുമൊക്കെ ഇവിടെ കിടന്ന് ജീവിക്കാമല്ല. അപ്പം അതുകൊണ്ടാണ് ഞങ്ങൾക്ക് മണ്ണ് വിൽക്കണമെന്നുള്ള ആഗ്രഹമൊന്നുമില്ല, വിൽക്കത്തില്ല. ഗോമതി അമ്മയെപ്പോലെ നിരവധി പേർക്കാണ് ഏക്കർ കണക്കിന് 1000കണക്കിന് ഏക്കർ വസ്തു നഷ്ടപ്പെട്ടിരിക്കുന്നത്. എങ്ങനെ പോയി എന്ന് അവർക്ക് ആർക്കും അറിയില്ല. കണ്ണെത്താ ദൂരത്തോളം പരന്നു കിടന്ന ഈ മണൽക്കൂനകളൊക്കെ എവിടെ പോയി? അതിനുത്തരം ഒന്നേയുള്ളൂ, IRE KMML. ഇവർ രണ്ടുപേരും കാർന്ന് തിന്നതാണ് ഈ മണലൊക്കെയും. അതിൻ്റെ അനന്തരഫലമാണ് ഇന്ന് ഈ കാണുന്ന ആലപ്പാടിൻ്റെ ദുരന്തമുഖം. ആലപ്പാട് നിന്നും R. പിയൂഷ്, മറുനാടൻ TV.